പാർലമെന്റിൽ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കുടഞ്ഞ രാഹുൽ ഗാന്ധി. ഭാരതമാതാവിനെ ബി.ജെ.പി. അമേരിക്കയ്ക്ക് വിറ്റെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. മോദിയുടെ കഴുത്തിന് പിടിച്ചാണ് ട്രംപ് കരാറിൽ ഒപ്പുവെപ്പിച്ചതെന്നും രാഹുൽ കടന്നാക്രമിച്ചു. ഇന്ത്യ അമേരിക്കയുടെ വേലക്കാരല്ലെന്ന് സർക്കാർ ട്രംപിനെ അറിയിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. അദാനിയെയും അംബാനിയെയും എപ്സ്റ്റീനെയും പരാമർശിച്ചുള്ള രാഹുലിന്റെ പ്രസംഗം ഭരണപക്ഷം പലകുറി തടസ്സപ്പെടുത്തി. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോരുമുണ്ടായി. So I will do you a special favor today, sir. I will back down. ये चार्ज है ना ये भी कार्रवाई का हिस्सा नहीं बनेगा. मैं अगर आपको if you don't have നാടകീയവും അത്യാസാധാരണവുമായ സംഭവങ്ങൾക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവിന് ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയത്. ബജറ്റിന്മേൽ രാഹുൽ നടത്തിയ 50 മിനിറ്റ് നീണ്ട പ്രസംഗം ഭരണപക്ഷത്തിന് കനത്ത പ്രഹരമായി. ബജറ്റ് ചർച്ചയായിരുന്നെങ്കിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറായിരുന്നു കുന്തമുന. ഭാരതമാതാവിനെ അമേരിക്കയ്ക്ക് വിറ്റ കേന്ദ്ര സർക്കാരിന് ലജ്ജയില്ലെന്ന് രാഹുൽ ചോദിച്ചു. ഇന്ത്യൻ ജനതയെ അമേരിക്കയ്ക്ക് തീരെഴുതുന്ന കരാറിൽ മോദിയുടെ കഴുത്തിന് പിടിച്ചാണ് ട്രംപ് ഒപ്പിടിച്ചതെന്നും രാഹുൽ വിമർശിച്ചു. I am saying that you have sold India. Are you not ashamed of selling India? Do you have no shame of selling India? You have sold our mother, Bharat Mata. Do you have no shame? അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഡാറ്റയാണെന്നും അതിൽ കണ്ണുനട്ടാണ് മറ്റെല്ലാ ഇളവുകൾക്കും തയ്യാറായതെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ആരുടെ എണ്ണ വാങ്ങണമെന്ന് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ലെന്നും രാഹുലിന്റെ വിമർശനം. Now the United States will decide who we buy oil from. Yes. The United States will come to us and say you cannot buy oil from so and so and so and so and so and so. And if India buys oil from anyone they do not want, they will punish us. ഇന്ത്യക്കാർ വേലക്കാരല്ലെന്ന് ട്രംപിനോട് മോദി പറയണം. ഇന്ത്യൻ കർഷകർക്കായി മോദി സംസാരിക്കണം. 3% അമേരിക്കൻ തീരുവ 18% യഥാർത്ഥത്തിൽ കരാറിലൂടെ സംഭവിച്ചതെന്നും രാഹുൽ. അദാനിയെയും അംബാനിയെയും ഉപയോഗിച്ചുള്ള ബി.ജെ.പിയുടെ നീക്കങ്ങളാണ് എപ്സ്റ്റീൻ ഫയലിൽ വെളിവായതെന്ന് രാഹുൽ ആരോപിച്ചു. മന്ത്രി ഹർദീപ് പുരിയുടെ പേര് എപ്സ്റ്റീൻ രേഖകളിൽ ഉണ്ടെന്ന് രാഹുൽ പറഞ്ഞതോടെ ഭരണപക്ഷത്തിന്റെ നില തെറ്റി. Speaker sir, there is a businessman called Mr. Anil Ambani. I want to ask the question, why is he not in jail? The reason he's not in jail is because his name is in the Epstein files. एक तो That's why he's not in jail. राहुल जी जो भी चाहे. I'd also like to ask Mr. Hardeep Puri who introduced him Mr. Chair to Epstein. Mr. Rahul no I know who introduced him. അദാനിയും എപ്സ്റ്റീനും പ്രസംഗത്തിൽ കടന്നു വന്നതോടെ രാഹുലിന്റെ പ്രസംഗത്തിൽ സ്പീക്കറും തുടർച്ചയായി ഇടപെട്ടു. ചട്ടപ്രകാരം മാത്രമേ സംസാരിക്കാവൂ എന്നും ബജറ്റ് അല്ലാതെ മറ്റൊന്നും പറയരുതെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ സ്പീക്കറും രാഹുലും തമ്മിൽ തർക്കം. I'm authenticating. मैं आपसे नहीं मांग. I will say it and then I will give it. No Mr. Rahul जी I will say it now and I will give it. नहीं राहुल जी I have it here. ये पार्लियामेंट्री अफेयर्स मिनिस्टर ने कहा चेयर आपसे नहीं मांग रही अभी. So you have asked for authentication now. You're not giving it to me. ബജറ്റിന്റെ കാണാപ്പുറങ്ങളിലെ ദുരൂഹതകൾ മുൻനിർത്തിയായിരുന്നു രാഹുലിന്റെ പ്രഹരം. ടാക്സ് ഹോളിഡേ നൽകിയതടക്കം പ്രധാന വിഷയങ്ങൾ സംശയമുനയിലാക്കുന്നതാണ് രാഹുലിന്റെ ആരോപണങ്ങൾ. ഈ വിഷയങ്ങൾ ഉയർത്തി വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.